ചുമ്മാ ഇട്ടോ, അത് ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ. വെള്ളമൊന്നും എടുക്കാൻ പറ്റില്ല. നീ വെള്ളം കുടിച്ചാൽ എനിക്ക് ഇത്തിരി വെള്ളം തന്നോ? $10,000 രൂപയുടെ സമ്മാനം. അതിന് ചാവച്ചേ. വിയാറിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അവ 2 ദിവസമായിട്ട് വീഡിയോ ഇല്ലായിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുമണികള് വീഡിയോ എടുക്കുക ഒന്നാമത്തെ കാര്യം സമ്മതിപ്പിക്കുന്നില്ല അല്ലേ. ഒരാള് ഇവിടെ എണീറ്റിരിക്കുമ്പോ ഒരാൾ അപ്പുറത്തുകാരി, അവള് കരച്ചു കയറുമ്പോ വിളിക്കാരി. അപ്പൊ അതൊക്കെയാണ് ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റാത്തതും. പിന്നെ ഞാൻ വണ്ടിയുടെ സർവീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നു. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു, അത് പരാജയപ്പെട്ടു പോയി അല്ലേ. അപ്പൊ അതായത് പരാജയപ്പെട്ട വീഡിയോയും അത് സക്സസ് ആയ വീഡിയോയോട് നമ്മൾ ഒന്നുകൂടെ പരിശ്രമിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അല്ലെ. നല്ലൊരു അടിപൊളി വീഡിയോ, എന്താണെന്ന് പറയുന്നില്ല കേട്ടോ, നമുക്ക് അന്നേരം കാണാം അല്ലെ. അപ്പം ഇന്ന് ഒരു അടിപൊളി ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ചലഞ്ച് നിങ്ങൾ അപ്പൊ തംബ്നെയിൽ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി കാണും എന്താണെന്ന് അല്ലെ. ആ സാധനം സാധനം കാണിക്കാവേ. അപ്പം ഒരു 2x ഒരു 3x ആണ് മേടിച്ചേക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ കോട്ടയംകാരൊക്കെ പ്രത്യേകിച്ച് എരിവ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വേണ്ടി 3x വേണം. ഇല്ലോ ഞാൻ എനിക്ക് എരിവ് ഒട്ടും പറ്റുമല്ലോ. ആ ചലഞ്ച നീ അല്ല നീ എന്നാ ഈടെ പറഞ്ഞ് കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് എരിവ് കൂടുതൽ. അപ്പൊ അത്ര എനിക്ക് പറ്റൂല. അപ്പൊ അവക്ക് 3x-ഉം എനിക്ക് 2x കേട്ടോ. അതായത് സ്പൈസി നൂഡിൽസ് ആണ്. അപ്പൊ നൂഡിൽസ് പൊതുവെ ഞാൻ തിന്നത്തില്ലാത്ത വ്യക്തിയാണ്. ഇവക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആരായിരിക്കും അപ്പം നമ്മള് ഇന്ന് അതാണ് തിന്നുന്നത്. അപ്പം പ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് അവസാനം നമുക്ക് ജീവനോടെ ഉണ്ടെങ്കിൽ അത് തീരുമാനിച്ച് കൊടുക്കാം അല്ലെ. അപ്പൊ ഇതുപോലത്തെ ഒരു ചലഞ്ച് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലായിരിക്കും അല്ലെ. നമ്മൾ എത്ര ജോളോജിപ്പ് അല്ലെ, ജോളോജിപ്പ് പക്ഷെ പ്രാങ്ക് ആയില്ല. അമ്മൂനിട്ട് ഒരു പ്രാങ്ക് കൊടുത്തത്. അത് കഴിഞ്ഞാൽ തിന്നു നോക്കിയാൽ ഭയങ്കര എരിവായിരുന്നു. അതുപോലെ ഞാൻ ഒരു ചലഞ്ച് ചെയ്തിട്ടുള്ളത് കോളേജ് വെച്ചിട്ട് മുളക് തീറ്റ മത്സരം. അതിനകത്ത് ഞാൻ ഫസ്റ്റ് അടിച്ചായിരുന്നു കേട്ടോ. 9 മുളക് തിന്ന്, പച്ചമുളക് തിന്ന്. അപ്പൊ അതുപോലെയൊക്കെ ആയി തീരുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ. ആണോ? അപ്പൊ ഞാൻ റെഡിയാണ് കേട്ടോ. അപ്പൊ കുഞ്ചപ്പനുമായിട്ടാണ്. കുഞ്ചപ്പന് എരിവൊക്കെ നല്ല അടിപൊളിയായിട്ട് തിന്നുന്ന വ്യക്തിയാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. അടിപൊളിയായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറെ ദിവസമായി ഞാൻ മേടിച്ചു വെച്ചിട്ട്. അപ്പൊ ഇന്നാണ് അതിനൊരു സാഹചര്യം ഒത്തു കിട്ടിയത്. അപ്പം സിന്ധുമ്മ അവിടെ പുറത്തുണ്ട്, പപ്പ കടയിൽ പോയി. അപ്പം ഉറക്കമാണ് കേട്ടോ. ആ സമയം നമ്മൾ ഓടി വന്ന് വീഡിയോ എടുക്കാൻ വന്ന് കുഞ്ഞപ്പന്റെ പണിയെല്ലാം തീർത്തിട്ട് ഓടി വന്ന് വീഡിയോ എടുക്കാൻ വടിയെന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഓടി വന്നാണ് കേട്ടോ. എല്ലാ പരിപാടി ചെയ്തു. അമ്മൂസിനായിട്ട് ഇപ്പൊ ചെറുതായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് വന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ പോയിട്ട് വന്നപ്പോഴത്തേക്ക് 2 കുഞ്ഞുമണികളെ ഇവിടെ ഏൽപ്പിച്ചിട്ടാ, കുഞ്ഞുസിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാ രണ്ടുപേരെ ഇവിടെ വെച്ചിട്ടായിരുന്നു പോയത് കേട്ടോ. അപ്പം കുഞ്ഞപ്പൻ നമ്മൾ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ പണിയും കാര്യങ്ങളും 2 പേരെ ഉറക്കിയിട്ടൊക്കെ തീർത്തൊക്കെ വെച്ചേക്കുമായിരുന്നു. അപ്പൊ എന്തായാലും വീഡിയോ എടുക്കാനായിട്ട് സെറ്റപ്പായിട്ട് നിൽക്കുക അല്ലെ. ഇപ്പം അവർക്ക് സിന്ധമ്മ നമുക്ക് വിളിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ അല്ലെ. യെസ്, അപ്പൊ നമ്മള് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. കുക്ക് ചെയ്യാൻ കുഞ്ഞപ്പം റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ മത്സരം അതിനാ സ്വിച്ച് നമ്മളെ തൃശ്ശൂരൊക്കെ പോയിട്ട് വന്നപ്പോ സ്വിച്ച് വിടിയില്ല. അതുകൊണ്ട് പേപ്പർ കയറ്റി വെച്ചു. എങ്ങാനും അത് നനഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ കുഞ്ഞപ്പൻ ഇങ്ങനെ വിറക്കി ഇവിടെ ഇരുന്നത്. അത് പേപ്പർ വെച്ചപ്പോ ഞാൻ വെറുതെ ചിലപ്പോ നനഞ്ഞു കഴിഞ്ഞാലേ അകത്തോട്ട് ഇറങ്ങത്തില്ലേ. അപ്പൊ അത് വെള്ളം വീഴാൻ നോക്കണം കേട്ടോ. അപ്പൊ വേണ്ട നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 3x ആട്ടോ. ഇത് രണ്ടും കൂടെ ഒന്നിച്ച കോംബോ പാക്ക് ആയിരുന്നേ. എന്താണ്ട് ചൈനയിലെ കൊറിയയിലാണ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ള സാധനമാണ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വായിച്ചേ, കൊറിയ നല്ല എരിവുള്ള സാധനം നല്ല എഴുതി വെച്ചേക്കുന്നേ. ഏതാ എച്ച്? ഇത് തിരിച്ചു വെച്ച ഏ ഹിന്ദി എല്ലാം കൂടി ചേരുന്നാണോ? അതല്ല സാധനം, അത് മെയില് ഫീമെയില് അതല്ലേ. പിന്നെ ഇത്
എന്തേലും ആട്ടെ. അപ്പൊ ഇത് രണ്ടുമാണ് കേട്ടോ ഐറ്റംസ്. അതേണ്ട നല്ല സ്പൈസി സാധനം കേട്ടോ. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ കുറെ വീഡിയോസ് കണ്ടു, പക്ഷെ എല്ലാരും കാണിച്ചേക്കുന്നൊക്കെ നല്ല എരിവാന്നൊക്കെ കാണിച്ചേക്കുന്നത്. നമുക്ക് ഇന്ന് റിയാലിറ്റി എന്താന്ന് പറയാം കേട്ടോ, അല്ലേ? എവിടെ പോ നോക്കാം. ഞങ്ങൾ ഈ നൂഡിൽസ് ഞാനും അമ്മ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഇതെടുത്തിട്ട് പൊടിച്ചിടുവായിരുന്നു. ചുമ്മാ അല്ലേ വെക്കുന്നു? ചുമ്മാ ഇടുവല്ലേ ചെയ്യുക? ആണോ? ഓ, അതിന്റെ സ്പൈസി സാധനം രണ്ട് സാധനം വരുന്നുണ്ട് കേട്ടോ. അതെന്നാ ഇത്? അതിന്റെ സ്പൈസി തോന്നുന്നു. ഇത് ഫ്ലേക്സ് ആണ് തോന്നുന്നു. ഇതുണ്ടോ അതിന്റെ സൂപ്പ് കണ്ടോ? സൂപ്പ് എന്നാ എഴുതി വെച്ചേക്കുന്നത്. സൂപ്പോ? എനിക്കൊന്ന് മുളക് പൊടി കലക്കി വെച്ചേക്കുന്നതാന്ന് തോന്നുന്നു. മുളകോടി കളിക്കാൻ പോലും ഇത്ര എരിവ്, ഇതിന്റെ ഇരട്ടി എരിവാ. മുളകോടിക്ക് കുറവാണ്. മുളകടിക്ക് എരിവ് കുറവാണ്. ഇത് അതിനേക്കാളും എരിവാണ്. നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. ഇതാണ് ഈ ചൈനക്കാരുടെ ഫുഡിനകത്തൊക്കെ മറ്റേ എള്ള് എടുത്തില്ലേ, വെള്ളം. അത് വേണ്ടല്ലോ. അല്ല, ഇത് കിട്ടണ ഇത് മറ്റേ എള്ളും ഉണ്ട്, എന്റെ കൂടത്ത് മറ്റേ മുളകിന്റെ ഫ്ലേക്സും ഉണ്ട്. നമ്മുടെ പച്ചമുളക് പൊടിക്കത്തില്ല. എനിക്ക് കൊതിയാവുന്നു കേട്ടോ. കൊതിന്ന് പറയുമ്പോ എനിക്ക് വെള്ളം വീണു. എന്നാവോന്ന് അറിയത്തില്ല. പുട്ടായിരുന്നു ഇന്ന്. പുട്ടെല്ലാം കൂടെ വെളിയിൽ. ഏയ് വലിയ പാടൊന്നും വരത്തൊന്നുമില്ല. നീ പുലിക്കുട്ടിയല്ലേ? സിംഗക്കുട്ടിന്ന് പറഞ്ഞു പുലിക്കുട്ടി. ഗോതയിലോട്ട് എന്നെ അങ്ങ് ഇറക്കി വിടുക. അത് 2Xന്റെ. ഓ മൈ ഗോഡ്. നമുക്ക് കുഞ്ചപ്പന്റെ 3X കൊടുക്കുന്ന റെഡി ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടുകൂടെ മിക്സ് ചെയ്യാം കേട്ടോ. 2Xും 3Xും മിക്സ് ചെയ്യാം കേട്ടോ. എന്തോ ആവും അവസ്ഥയൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. മാക്സിമം ഇനി കുറച്ച് ഭാഗം എടുത്തിട്ട് ചുണ്ടാമയ്ക്കും കൊടുക്കാം കേട്ടോ. അമ്മ ഇന്നലെ എന്റെ ബന്ധുത്തിനെ വിളിച്ചപ്പോ ഞാൻ അമ്മേനെ വിളിച്ചപ്പോ പറഞ്ഞു, എന്റെ പൊന്നോ ഞാനില്ല എങ്ങോട്ടില്ലെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നില്ല. അമ്മയും മോളൂടെ ചലഞ്ച്. അമ്മയും മോളൂടെ ചലഞ്ച്. ഓടിക്ക എന്റെ നെഞ്ചൊക്കെ എരിയെന്ന് പറഞ്ഞു. എനിക്ക് നെഞ്ചത്തില്ല. ക്യാമറമാനായിക്കോളാം. തിളച്ചി സാധനം നീ കൊറിയ എന്നതായി വായിച്ചു നോക്കുന്നേ? ഇംഗ്ലീഷ് ഉണ്ട്. ആ എനിക്ക് പട്ടണത്തിലെ ഫുഡ് വരുന്നില്ല. വെച്ചുവിനെ വിളിച്ചു, കുഞ്ഞളീനെ വിളിച്ചു. നമ്മള് പട്ടണക്കാർക്ക് അതൊക്കെ അറിയത്തുള്ളൂ പറയും. ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ലതായിരിക്കും അല്ലേ? സാധാരണ നൂഡിൽസ് ആ ഒരു സാധനം ഇല്ലെങ്കിൽ അല്ലേ? നല്ല കട്ടിയാ അല്ലേ? രണ്ടു കിട്ടോ നീ? നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ അത് തന്നെ. പിന്നെ സ്പൂൺ കൊണ്ട് ഞാനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. ചില ആൾക്കാർക്ക് കുഞ്ഞിന് തൊട്ട് ഫ്ലോർ കൊണ്ടൊക്കെ തിന്നത്തുള്ളൂ. ചില ആൾക്കാർ വേണ്ട. ചിലപ്പോ കൈ തന്നെന്നറിയോ, കയ്യില് എരിയും. പക്ഷെ എനിക്ക് അങ്ങനെ അറിയത്തില്ല. എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് വയറ് നിറയത്തില്ല. ഇത് വയറ് നിറയ്ക്കാൻ തിന്നുന്ന സാധനമാണല്ലോ. വൈകുന്നേരം വാങ്ങിണ്ടാക്കുന്നോ? ആമിയാണോ? എന്നാ ഓടിപ്പോ എടുത്തിട്ട് വാ. നല്ല കരച്ചില്ല ആമി. എവിടെ നമ്മുടെ രാജകുമാരി? ഓ ദാണ്ട വാടുന്നു താരം. അയ്യോ എന്റെ ദൈവമേ.
എണീറ്റ് വന്നത് ശരിയാട്ടോ. ഇപ്പൊ ഇക്ക ഉറങ്ങിയതല്ല, അവള് ഉറങ്ങുന്ന അവള് ഒരു ദിവസം ഫുള്ള് കിടന്നെന്ന് അവളുടെ വിചാരം. ഞാനിത് മക്കളെ നീ ഉണ്ടോ ചാലഞ്ചില്? ഉണ്ടോ ചാലഞ്ചില്? മാഗിയൊക്കെ കൊറേ കഴിഞ്ഞിട്ടൊക്കെ ഉറങ്ങി എണീറ്റ് വന്നാ പിന്നെ ചിരിയോ ചിരിയായിരിക്കും കേട്ടോ. എന്റെ ഈ ഉടുപ്പിന്റെ ഒരു കാര്യം, ഉടുപ്പ് ഇരിക്കുന്നു ഇല്ല. ഉടുപ്പ് കൈ വരുതാ. അച്ചിക്കൊരു ഉമ്മ തന്നെയാടാ, അച്ചിക്കൊരു ഉമ്മാനെ ഉമ്മ ഉമ്മ. കണ്ടിക്കൊണ്ട് കൈ കുത്തല്ലേ? വെന്തടി ഇല്ലേ? അച്ഛന്റെ പൊന്നും കൂടോ. ആ നല്ല പുഴുവൊക്കെ പോലെ കാര്യം. ആമി ആമി പറയാൻ പറ്റത്തില്ല. പുഴുവിനെ നിന്നെ തിന്നുന്ന നാട്ടുകാരാ. ആര്? ആമി എരി 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 സംഭവം ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതാ ഞാൻ വായിച്ചോണ്ടിരുന്നത്. നോക്കി പിടിക്കാൻ ചാടി വരുന്നേ. ഇവള് ഇന്ന് രാവിലെ അമ്മൂസ് കുളിക്കാൻ പോയപ്പോ ഞങ്ങള് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുവാണേ. ഇവിടെ ചാടി കയറി അവളുടെ തൊപ്പി കളിച്ചു ഒറ്റ ഊരിച്ച പിടിച്ച് ഊരി കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോഴാ ഹാപ്പി ആയ ആള്. ആമി ആമി നമുക്ക് അമൽ മാറ്റിയിട്ടാലോ? നല്ല വേദന എടുക്കുമായിരിക്കും അല്ലേ? കാണത്തില്ലായിരിക്കും. അച്ഛന് പൊന്ന് അവിടെ കവർ കിട്ടിക്കഴിഞ്ഞാൽ അയലോട് മാത്രം ഒരു കാര്യം എന്നെ പോലെ. വാ ഇങ്ങോട്ട് നോക്ക് ആമി ആമി. ആമിജി ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എഴുതിയേക്കുന്നത് തൊടി പോലും എനിക്ക് സമയം എടുക്കും. അടിപൊളി അടിപൊളി. ഇത് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ ആ ബാക്കി വെള്ളം കളയണം. എന്നിട്ട് ഒരു 8 സ്പൂൺ വെള്ളം അതിനകത്ത് മതി. ആ അതിനകത്തോട്ട് ബാക്കി എന്നിട്ട് ആ സോസ് ഒഴിക്കണം. എന്നിട്ട് അത് മുഴുവനും ആക്കണം, ഇളക്കി എല്ലായിടത്തും ആക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടെങ്കിൽ കളയാം. അത് അപ്പോഴേക്കും പറ്റുമായിരിക്കും തോന്നുന്നു. ഈ വെള്ളം കളഞ്ഞാൽ എരിവ് പോകുന്നില്ലേ? ഇല്ല, വെള്ളം ഇതിന് ഇടുന്നതിന് മുന്നേ ഇത് വെന്ത് കഴിഞ്ഞ് പിന്നെ എക്സ്ട്രാ വാട്ടർ ആണെങ്കിൽ എക്സ്ട്രാ വാട്ടർ ഇല്ല, ഉണ്ടായിരിക്കും. വെന്തില്ല, വെന്ത് വരുന്നേ ഉള്ളൂ. ഇല്ല ഇത് കണ്ടോ? എനിക്ക് വെള്ളം ഇല്ലല്ലോ അധികം. ഇല്ല, വെള്ളം ഉണ്ട്. വേവാനൊക്കെ വെന്ത് കഴിഞ്ഞാൽ ആംജി 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 അമ്മച്ചി ആംജി 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 എന്നാ ചിരി? ആംജി എന്നാ ചിരിയാണോ ഇത്? കണ്ണി കൊത്തി കണ്ണി കൊട്ടി കണ്ണി കൊട്ടി 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 ഒറ്റ അലർച്ച. ഞങ്ങളെ അടുത്തില്ലേലും ഒറ്റ അലർച്ച അലറും കേട്ടോ. പോയി നോക്കിയോ? എന്നെ ഉറങ്ങുവാണോ നോക്കിയോ? ഫോണെ പിടിക്കാൻ വരുന്ന കേട്ടോ. ഐഫോണോ ഇഷ്ടം. ഫോണിൽ നോക്കി ഒറ്റ ചിരിയാ അങ്ങോട്ട്. ഫോണിൽ നോക്കി ഒറ്റ തിരിയാ. കള്ളിപ്പെണ്ണെ പോയി മാച്ചിരി പോയി മാച്ചി എന്തോടി എന്ത് 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 എന്തോ എനിക്ക് ഇങ്ങനെ ഇന്നത് പിന്നെ ഇഷ്ടമാ. അതെല്ലാം ഇടണോന്ന് ആലോചിച്ചു. ചലഞ്ചായി പോയില്ലേ? ചലഞ്ചായി പോയില്ലേ?
എല്ലാം അല്ല മറ്റേ ഇതിടാ അല്ലേ? ഇച്ചിരി വെള്ളം തോന്നുന്നു. ഇച്ചിരി വെള്ളമുള്ളൂ, വെള്ളം അധികം ഇല്ല. ഇവളെ പിടിക്കാവോ? ഇങ്ങോട്ട് വാടാ തക്കരെ, ഇങ്ങോട്ട് വാടാ തക്കരെ. പിടിക്കല്ലേ തക്കരെ, 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 അച്ഛൻ തക്കരെ. ഉമ്മ അമ്മ ഈ ഫോനെ പിടിക്കാൻ ചാടി ചാടി വരുന്നുണ്ടേ. എന്റെ കയ്യില് പിടിച്ചേക്കാൻ നോക്കി. ഇത് കണ്ടോ? ഇതൊന്ന് നോക്കിക്കേ, ബ്ലഡിനെക്കാട്ടിലും വലിയ കളർ. ആ നല്ല മുളക് പൊടിയുടെ മണം വരുന്നുണ്ട്. അമ്മച്ചി മാറിട്ടോ, അമ്മച്ചീനെ മാറ്റി ചേർത്തേക്കാവേ. ഇതൊരു അടിപൊളി ചലഞ്ച് ആയിരിക്കും കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട ചലഞ്ച്. ഒന്നൊന്നര ചലഞ്ച് ആയിരിക്കും. കൊതിയെ കണ്ടാ മതി കേട്ടോ അവിടെ അങ്കത്തട്ടില്. അയ്യോ അയ്യോ, നീയും പറയാനുണ്ട്. അത് മുളക് ചാറാണ്, ഇത് മുളക് ചമ്മന്തി. അത് ചോദിച്ചിവിടെ കട്ടിയുണ്ട്. ആണോ? അത് 3x ആണോ? 3x. അത് 2x ഇത്ര മണമാണെങ്കിലും എന്റെ നാക്കിനേക്കാൾ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അതിനേക്കാളും ഇതായിരിക്കുന്നു. കണ്ടോ? കളിയാക്കുന്നുണ്ട് കേട്ടോ, അമ്മേനെ ഒരുത്തി ഇവിടെ നിന്ന് കളിയാക്കുന്നുണ്ട്. ആമി, ആമി, എരി, ആമിജി ഇങ്ങോട്ട് നോക്കിച്ചേ, അച്ഛനെ നോക്കിച്ചാടാ. അല്ലേ ഇവിടെ നോക്കിച്ചാടാ, ഇവിടെ നോക്കിച്ചാടാ. ഇത് നോക്കി പള്ളി ശരിക്കും സോസ് പോലെ തന്നെ കിടക്കുക, അല്ല സൂപ്പ് പോലെ തന്നെ കിടക്കുക. പക്ഷെ എനിക്ക് കൊതിയാവുന്നു കേട്ടോ കഴിക്കാൻ. എനിക്ക് കൊതിയ പോയി പോയോ? ആയില്ലേ? ആ സാധനം ഇട്ടണോ? ഏ സാധനം? ഈ ചുമ്മാ ഇട്ടോ, അത് ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ. ഇവിടെ ഒരുത്തിക്ക് കൊതി വരുന്നുണ്ട്, ആമിജിക്ക് കൊടി വരുന്നുണ്ട്. ആമിജി, ആമിജി കൊടി വരുന്നുണ്ടോടാ? എനിക്ക് ഇട്ടോ. അത് നന്തോ നല്ല അടിപൊളി സാധനം കേട്ടോ. ചിലപ്പോ എരിവ് കുറയ്ക്കാനുള്ള സാധനമായിരിക്കും. വേണ്ടേ? എന്നാ വേണ്ട. നല്ല സ്മെല്ലടി, രസത്തിന്റെ ഒക്കെ സ്മെല്ല് അല്ലേ? രസം അവള് ഓടി വരും കേട്ടോ. ഒറ്റ അമ്മച്ചീടെ പൊട്ടാണല്ലോ തൊട്ട് വെച്ചേക്കണേ. ഇങ്ങോട്ട് നോക്കിച്ചേ, ഇങ്ങോട്ട് നോക്കിച്ചേ. ഇങ്ങനെ പൊട്ട തൊടിയിക്കുന്നല്ല കേട്ടോ, ഇന്ന് അവള് ചുമ്മാ രസത്തിന് തൊട്ട് വെച്ചേക്കണ്ടല്ലേ. കൺമിഷി വെച്ചാ തൊടുന്നു കേട്ടോ. ഇങ്ങനെ സ്റ്റിക്കറും ഒന്നും പിള്ളേർക്ക് ഇപ്പൊ തൊടല്ലേ അല്ലേ? കുറച്ചു മുമ്പ് തൊടുന്ന ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലോട്ട് പോവാം അല്ലേ? അപ്പൊ അമ്മേനെ നമ്മുടെ അമ്മേനെ ആവിയുടെ ഏൽപ്പിച്ചിട്ട് നമ്മള് റെഡി ചെയ്യാൻ വന്നു. അപ്പൊ നമ്മള് നേരെ ചലഞ്ചിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കാണിച്ചേക്ക് കേട്ടോ. നമുക്ക് കുറച്ച് ചിന്ത മാറ്റി വെച്ചോ, ഒരു ശകലം മാറ്റി വെച്ചേക്ക് കേട്ടോ. അപ്പൊ അമ്മയെ ഞങ്ങള് തീറ്റിക്ക് തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് നേരെ പോകട്ടോ. നമ്മുടെ മൊയില് കണ്ടു പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ബാ. യെസ്, വേണ്ടേ രണ്ടുപേർക്കും. എനിക്ക് ഒന്ന് എന്നാ ഇത് നീ കഴിച്ചോ കേട്ടോ. ഫോർക്കുള്ളതിനകത്ത് കൂടുതലല്ലേ ഇട്ടേക്കുന്നേ. എന്നാണേലും ഓക്കെ. അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലോട്ട് പോകട്ടോ. എങ്ങനെ ഉണ്ടാവും അറിയത്തില്ല. അപ്പൊ പോകുന്നതിന് ഇപ്പൊ എന്താണ് പറയാനുള്ളത്?
പോകുന്നതിനിപ്പുറം തിരിച്ചിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയാൽ മതി. ആ ഇത് ഗിഫ്റ്റ് എന്നാന്നും പറയണം, പണിഷ്മെന്റും ഉണ്ട്. അതെനിക്ക് എനിക്കതാ പറയണല്ലോ. തോറ്റിട്ടുണ്ട്. ആദ്യം ആരും കഴിച്ചു തീർക്കുന്നുള്ള പണിഷ്മെന്റ് ഞാൻ പറയുന്നത് ചെയ്യണം. പച്ചസിനാണ് അച്ഛൻ എനിക്ക് ഓക്കെ. അപ്പൊ അവള് നിന്റെ പണിഷ്മെന്റ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊക്കെ കഴിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ വേണ്ട സാധനം എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. അപ്പൊ വേണ്ട നമുക്ക് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുവാണെങ്കിൽ മാത്രം പിന്നെ ഇന്നലെ വൈകിട്ട് പപ്പാടെ അടുത്ത് ഒരു ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പപ്പ ഐസ്ക്രീം തേണ്ട മേടിച്ചോണ്ട് വന്നേക്ക് 2 ബോൾ ഐസ്ക്രീം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ചെയ്തവരൊക്കെ വലിയ വലിയ ഐസ്ക്രീം ഒക്കെ. അപ്പൊ ഞാൻ അത്ര എരിവൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അപ്പൊ വേണ്ട സാധനം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വരുവാണെങ്കിൽ മാത്രം നമുക്ക് വെള്ളം കുടിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കഴിപ്പിലേക്ക് പോകാം അല്ലേ? ഓക്കെ. ആദ്യം ആര് തീർക്കുന്നോ അവരാണ് വിജയിക്കുന്നത് കേട്ടോ. അല്ലാത്ത ആൾക്ക് നമ്മള് നല്ല പണിഷ്മെന്റ് കൊടുക്കുന്നതായിരിക്കും. ഗിഫ്റ്റ് അവസാനം നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. ടച്ച് ചെയ്യാനല്ല, ടച്ച് അല്ല, ടച്ച് ആൻഡ് ഫീൽ ഒന്നും ഇല്ല. ഇല്ല, അങ്ങനത്തെ സാധനം ഇല്ല. കൊറേ കാര്യം ചെയ്തേക്കുന്ന കണ്ടിട്ട് മനസ്സിലായി എന്റെ നെഞ്ചി ഇടിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും. കഴിക്കടി. ഇല്ല, കഴിക്കും. പറ്റും പറ്റും. അത്ര എരിവൊന്നുമില്ല. അന്നത്തെ കപ്പ് ബിരിയാണിയുടെ അത്ര എരിവുള്ളൂ. ഉള്ളടി, നീ ഒന്ന് കഴിച്ചു നോക്ക്. നീ വലിയ വെല്ലുവിളിച്ചാണല്ലോ എന്നെ. വെള്ളമൊന്നും എടുക്കാൻ പറ്റില്ല. എടുത്തില്ല. പറ്റും. ഇനി അന്നത്തെ കപ്പലിനെ അത്ര ഇത് തോന്നുള്ളൂ. ഇതെങ്ങനെന്നറിയോ, ഇവിടെ എല്ലാം അങ്ങനെയല്ലേ, ഇവിടെ ഇല്ലേ ഭയങ്കരമായിട്ട് തോന്നേ. നെഞ്ചൊക്കെ വേനെടുക്കണം. ഞാൻ നെഞ്ചരിച്ചില്ലേ, നെഞ്ചിനൊരു ബുദ്ധിമുട്ട്. കുഞ്ഞു ചിത്രമുള്ള കേട്ടോ. പ്ലീസ് എനിക്കത് ഇത്തിരി കൂടെ എടുക്കാൻ പറ്റില്ല. ഇതാണ് നീ എരി തിന്നുന്ന. തോറ്റോ? പണിഷ്മെന്റ് അതി കടിഞ്ഞ. നീ വെള്ളം കുടിച്ചാ എനിക്ക് ഇത്തിരി വെള്ളം തന്നോ? ഞാൻ വെള്ളം കുടിച്ചോ? ശകലം കുടിച്ചോ? വെള്ളം കുടിച്ചോ? ഓക്കെയാ. നിന്റെ അത്ര ഇതോ ഇവിടെ ഓവർ ആക്ഷൻ ആട്ടോ അമ്മ. അല്ല പിന്നെ എനിക്ക് നാക്ക് പോലും പൊന്നുന്നില്ല, കഴിക്കാൻ പറ്റത്തില്ല. തോറ്റോ? ഞാൻ തോറ്റി. പണിഷ്മെന്റ് അതി കടിഞ്ഞായിരിക്കും കേട്ടോ. അല്ല സത്യത്തിൽ അച്ഛനും തിന്നാൻ പറ്റുന്നില്ല.
എനിക്കറിയാം എന്റെ പകുതി പോലെ ഒരു ഇതിന് പ്ലീസ് ഒരു ഐസ്ക്രീം പ്ലീസ് 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 അത് പറ്റും കേട്ടോ. അങ്ങനെ പറ്റും, അങ്ങനൊന്നുമില്ല. അല്ല പിന്നെ നോക്കിട്ട് ഇച്ചിരി നാക്കൊന്നും ഇതാക്കിട്ട്. ഭയങ്കര എക്സ്ട്രീം ആട്ടോ, പറ്റത്തില്ല. വായിക്കൂടെ വെള്ളം വരും കേട്ടോ. ഇത്ര എടുക്കണ്ടായിരുന്നു. ഇത് മറ്റേ സാധനത്തിനേക്കാളും വരുവാ, മറ്റേ അന്ന് കഴിച്ചു. ജോളച്ചിപ്പിനേക്കാളോ? കുറച്ചു പോലും കഴിക്കാൻ പറ്റുമല്ലോ കേട്ടോ, മനസ്സിലാക്കിക്കോളാം. എനിക്ക് നെഞ്ചൊന്നും എരിഞ്ഞിട്ട് എനിക്ക് അറിയത്തില്ല നെഞ്ച് എങ്ങനെയാന്നൊക്കെ. പക്ഷെ എനിക്ക് ഇപ്പൊ ഇവിടെ ഇങ്ങനെ എരിയുന്നുണ്ട്. ഒത്തിരി കഴിച്ചിട്ടാണ് നമ്മളെ എന്റെ വയറൊക്കെ എരിയാൻ തുടങ്ങി കേട്ടോ. അത് തന്നെ, എനിക്ക് വയറ് എരിയുന്നു. ഐസ്ക്രീം ഒന്നും കഴിച്ചിട്ട് ഒരു ഫീല് കിട്ടുന്നില്ല കേട്ടോ. ഐസ്ക്രീം എന്തോ പല വായ്പൊന്നും പോലെ, അല്ലാതെ മധുരം എന്തോന്നില്ല. സത്യമായിട്ടും ആരും ട്രൈ ചെയ്യില്ല. ഞാൻ എന്റെ അനുഭവം പറഞ്ഞ ചലഞ്ച് രണ്ടുപേരും പരാജയപ്പെട്ടു. എന്നെ കൊണ്ട് പറ്റുമായിരുന്നു, ഞാനാ കൂടുതൽ വെച്ചേക്കുന്നത് അല്ലേ. അപ്പൊ വിജയം ഞാൻ തന്നെ. അങ്ങനൊന്നുമില്ല, കണ്ടിന്യൂ ചെയ്ത് തീർക്കുന്ന ആളാ. എന്റെ തലയൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പോണോ? കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല, എടുത്തില്ല കേട്ടോ. അയ്യോ അമ്മയെക്കൂടൊന്നും എടുത്തില്ല, അമ്മയ്ക്ക് ഒന്നാമത് അനുസരിച്ചില്ല. ഐസ്ക്രീം ഫ്രിഡ്ജ് വെച്ചില്ലായിരുന്നോ? ഫ്രിഡ്ജിൽ ഇരുന്ന മധുരമൊന്നുമില്ല. കൊള്ളത്തില്ല, മധുരമില്ല കേട്ടോ. അതോ ഇനി ഇത് കാണാനോ നടത്തില്ല. ഇച്ചിരി വായിത്തട്ടെ. അമ്മ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. അമ്മ മാത്രമേ കോമന്റ് പോയതാ. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇത് അവസ്ഥ. കുറച്ചുകൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തേക്ക് ദിവസം പോകും കേട്ടോ. ആരും ട്രൈ ചെയ്യണ്ട, അവത്തായി പോയി കേട്ടോ ട്രൈ ചെയ്ത്. ഇങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ തരാൻ പറ്റുന്നത്. ഇത് ട്രൈ ചെയ്യണ്ട ആരും. കേട്ടോ പടിയാട്ടം ഒന്നും ആർക്കും കൊടുത്തില്ല, പറ്റത്തില്ല. എനിക്കൊക്കെ സ്പൈസി ഇഷ്ടമാണ്, പക്ഷെ പറ്റത്തില്ല. ഇത് വേറൊരു വെള്ളം വേണ്ട, ശ്രദ്ധിക്കും, ബബ്ലി പൊട്ടിക്കും. പറ്റത്തില്ല കേട്ടോ, തീരെ പറ്റുന്ന കാര്യമല്ല. ഒരുമാതിരി ഒരു മറ്റേ ഞാൻ പറയാം, മറ്റേ ജിപ്പിയുടെ ഒക്കെ ഒരു സെറ്റപ്പ് വന്ന മാഗി കട്ടിയേക്കാതെ, പക്ഷെ സ്പൈസി ഒരുമാതിരി സാധനം കേട്ടോ. ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോ കഴിഞ്ഞ ദിവസം ഒരു കപ്പ ബിരിയാണി നിന്നു. അത്ര എരിവുള്ളതാ ഞാൻ പ്രതീക്ഷ. പക്ഷെ ഇത് അങ്ങ് ഇറങ്ങി ചേർന്ന് വയറ്റിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു പോച്ചില് ആള് കേട്ടോ. ഇത് ഒന്ന് മുളക് പൊടി ശരിക്കും കലയിട്ട് ചുണ്ടൊക്കെ നീർന്നു. ആ എരിവായിട്ടല്ലേ. കൊറേ ആശ്വാസം കിട്ടും കേട്ടോ. വരുമില്ലെന്ന് പറഞ്ഞിട്ടില്ല, നമുക്ക് ഈ സാധനം കൊടുക്കാം കേട്ടോ. വേർത്തെ ചേച്ചി സമ്മാനം നേരാണ് ഇരുന്നേ.
വലിയ സമ്മാനം. എന്തോന്നു 10,000 രൂപയുടെ സമ്മാനം. 10,000 തിന്നു കിടക്കണം പറയാം. തരുവോ? നിനക്ക് 10,000 ഞാൻ അല്ലാതെ തരാം കേട്ടോ. കഴിച്ചു ഞാൻ പറ്റത്തില്ല. ഇവിടെ പിന്നെ എടുത്തിട്ട് ഞാൻ ആശുപത്രി പോകേണ്ടത് പറ്റുമല്ലോ കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ എടുത്ത് എന്തെങ്കിലും വാശി വെച്ചാൽ വേണേ കഴിക്കാം. പക്ഷെ റിസ്കാ. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാരും കാണിക്കാൻ ഇപ്പൊ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയെങ്കിലും 3 സ്പൂണ് 4 സ്പൂണ് കൊണ്ട് ഞാൻ കഴിച്ചോളൂ. അപ്പൊ അച്ഛൻ്റെ കാര്യം മനസ്സിലായി. ഞാൻ ഇത്രയോ കഴിച്ചത്. എന്നിട്ട് രണ്ടാമത്തെ ഇച്ചിരി എടുത്ത് വെച്ചത്. അത് സച്ചിൻ പെട്ടെന്ന് തിന്നുണ്ടോ? പെട്ടെന്ന് അടിക്കുന്നതാണോ എന്റെ ദേഹം ചൂടായിട്ട്? അല്ല, പെട്ടെന്ന് അടിക്കുന്നത്. നമുക്ക് ഇതേപോലത്തെ ഉള്ള ചലഞ്ചൊക്കെ മാറ്റിട്ട് ഡയറി മിൽക്ക് ചലഞ്ചോ, ഈറ്റിംഗ് ചലഞ്ചോ, ഐസ്ക്രീം ഈറ്റിംഗ് ചലഞ്ചോ അതൊക്കെയാണെങ്കിൽ പറ്റും. അതൊക്കെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് അടിക്കും. അതിന് 10,000 രൂപ വെക്കണം. 10,000 രൂപ രക്ഷപ്പെട്ടു. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഞാൻ ചുമ്മാ പറഞ്ഞു. എന്റെ 10,000 ഇപ്പം സത്യം പറഞ്ഞ ഇല്ല. പണയമെല്ലാം എടുത്തു എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് അല്ലേ. ഇനി CC ഉണ്ട്. ഇനി 25 രൂപ നടത്തണം. ഒരു ഡയറി മിൽക്ക് ഈ ബബിലിനെ കൊടുക്കാന്നാ ഞാൻ വിചാരിച്ചിരുന്ന കേട്ടോ. അല്ലേ? ബബിലി ഇന്നലെ എനിക്ക് വാങ്ങിച്ചെന്നാ കേട്ടോ. അമ്മയോട് പോയി എന്നൊന്ന് പറയാം. ഇത് അമ്മ എന്ന് പറയാം. അമ്മയ്ക്ക് ഒരു സ്പൂൺ കൊടുക്കാവേ. ഒരു ശക്കലം കേട്ടോ. ഒരു ശകലം നമുക്ക് കൊടുത്തു നോക്കാം. നമുക്ക് അധികം കൊടുക്കുന്നില്ല, ഒരു തുള്ളി കേട്ടോ. എന്തായിരിക്കും റിയാക്ഷൻ നോക്കാൻ വേണ്ടി ഒരു ചക്കില് നമുക്ക് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇത്രയും പണി കിട്ടി നമുക്ക് ഇരിക്കുമ്പോ ഒരു ശകലം പണി കൊടുക്കട്ടെ. ഒരു വേറെ സ്പൂൺ എടുക്ക. അമ്മേനെ ഒന്നും ചെയ്തേക്കില്ല. ഒരു ശകലം കഴിച്ച ഒരു തൊള്ളി ഇല്ല, ഒരു തൊള്ളി കഴിച്ചു നോക്കി. ഇല്ല ഇല്ല, അതിന് മാത്രം എരിവൊന്നും ഇല്ല. ഒരു തൊള്ളി കഴിച്ചാൽ മതി അമ്മ. ഒരു തൊള്ളി ഇല്ല, അതങ്ങ് വായിലിട്ട് വെച്ച് 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 അതിന് ചവച്ചേ ചവക്ക്. ഇല്ല ചവക്ക് ചവക്ക് ചവച്ചേ, അത് ചവച്ചേ. ഒന്ന് കണ്ടോട്ടെ, എല്ലാരും ഒന്ന് കണ്ടോട്ടെ അവിടെ പോകാം. അതിന് ഒറ്റ ഇറക്കിറങ്ങ, ഇനി ഒറ്റ ഇറക്കിറങ്ങ. എങ്ങനെയുണ്ട് മോൻ നോക്കിയ? ഞാൻ 4 സ്പൂൺ ചെയ്യുന്നു ഇതുപോലത്തെ. കർണംപൊട്ടി മുളക് കർണംപൊട്ടി ഒരു ഉണ്ട സൈസ് മുളകില്ലേ? നോക്കി എടുത്ത് പോന്നെ. ഇറക്കിയില്ല, ഞാൻ ഇറക്കി. എന്റെ വയറ്റിൽ കിടന്ന് എന്തോ നല്ല ഇതുണ്ട് കേട്ടോ. എനിക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അതൊരിതും പിന്നെ ഇച്ചിരി എരി പോയോ? അമ്മ ഇറക്കാത്തോണ്ടാ? എനിക്ക് ഇവ കൂടെ കൊത്താലോ? ഇല്ല എന്താ പോലെ രശയില്ല അതിന് കേട്ടോ. അല്ലേ? ട്രൈ ചെയ്യരുത്. ട്രൈ ചെയ്യില്ല. എന്റെ ചുണ്ടൊക്കെ അമ്മൂന് കൊടുക്കും. അമ്മൂനെ ശ്രീകുട്ടനെ നീ കൂടെ തിരിച്ചു ഓർക്കുന്നുണ്ടോ? എന്റെ ദൈവമേ, ഒരു നീ കൊടുക്കില്ലേ? അപ്പൊ അടിപൊളിയായിരുന്നു കേട്ടോ.
കുറെ നാൾ കൂടിയാണ് നമ്മളൊരു ചാലഞ്ച് ചെയ്യുന്നത്. അത് ഇങ്ങനത്തെ കറണ്ട് പോയി കേട്ടോ. അപ്പൊ അത് ഇങ്ങനത്തെ ഒരു അവസ്ഥയായി. കാണാവോ? ഞങ്ങളെ കാണാവോ? കറണ്ട് പോയി കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വയറ്റിൽ കിടന്നിട്ട് എരിയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ആരും ഇതൊന്നും പിള്ളേരൊന്നും ട്രൈ ചെയ്യാതിരിക്കുക. ആരും ട്രൈ ചെയ്യണ്ട കേട്ടോ. ഞാൻ ചുമ്മാ പരീക്ഷിക്കാൻ വേണ്ടി നമ്മളൊന്ന് ചെയ്ത് നോക്കിയതാണ്. പറ്റത്തില്ല കേട്ടോ. അയ്യോ എന്റെ അമ്മോ. സ്പൈസി നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും പൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാവരും എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.